നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 62ാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയും നിഫ്റ്റി 50യിലെ നല്ല വാലുവേഷനിലേക്ക് വരുന്ന ഏതാനും സ്റ്റോക്കുകൾ ലോങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാൻ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലാർസൻ ആൻഡ് ടർബോ L&T അതിമനോഹരമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് L&T. വളരെ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും അതിമനോഹരമായിട്ട് സ്ലോലി നമുക്ക് അപ്സൈഡ് മൂവ്മെൻറ്റം തരുന്ന ഒരു സ്റ്റോക്കാണ് L&T. എല്ലാത്തരം ഇൻവെസ്റ്റേഴ്സിനും നല്ലൊരു റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ് ലാർസൻ ആൻഡ് ടർബോ. നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിലേക്ക് നിങ്ങൾ ലാർസൻ ആൻഡ് ടർബോയിൽ നിങ്ങൾ എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപ് ട്രെൻഡ് സപ്പോർട്ട് റീജിയനിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ഒരു നല്ല എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കറൻ്റ്ലി 1956 ലാർസൻ ആൻഡ് ടർബോ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 1920 ഈ ഒരു റീജിയനിൽ നമുക്ക് ലാർസൻ ആൻഡ് ടർബോയിൽ ഒരു നല്ല എൻട്രി, കുറച്ച് സ്റ്റോക്ക് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലിട്ട് L&T നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടേതായ അനാലിസിസും കൂടെ നടത്തിയതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടൈമായിട്ട് എൻട്രീസ് എടുക്കുക. എല്ലാം നിങ്ങൾ സ്വന്തമായിട്ടുള്ള അനാലിസിസും കൂടെ നടത്തുക. നമ്മൾ നമ്മുടേതായ അനാലിസിസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോർട്ട് ടൈമായിട്ടാണ് എൻട്രി എടുക്കുന്നത്. അപ്പം കുറച്ച് സ്റ്റോക്ക് മാത്രം ആഡ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1920 റീജിയനിൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് താഴോട്ട് വരുവാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് റീജിയനിൽ ആവറേജ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതല്ല, ടാർഗറ്റ് ഈ 2100 റീജിയനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് എക്സിറ്റ് ആകാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 200 രൂപയുടെ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നിന്ന് ഷോർട്ട് ടൈമായിട്ട് എൻട്രി എക്സിറ്റ് ആകാനും സാധിക്കുന്നതാണ്. അതല്ല, കൂടുതൽ എമൗണ്ടാണ് ഈ ഒരു റീജിയനിൽ എൻട്രി എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിലെ നല്ലൊരു എമൗണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് എൻട്രി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു സ്റ്റോപ്പ് ലോസ് ഇടുക. 1750 റീജിയനിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് 150 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200 രൂപയുടെ ഒരു ടാർഗറ്റ് വേണം. മോശമില്ലാത്ത നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ സ്റ്റോക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് ടൈറ്റാൻ. അപ്പോൾ ടൈറ്റാനും അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 1 വീക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 2700 റീജിയൻ വരെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ കറൻ്റ്ലി 2528 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് ഇങ്ങനെ മൂവ്മെൻറ്റ് തരുന്നുണ്ട് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ലോങ് ടൈമിലേക്ക് ടൈറ്റാൻ്റെ കുറച്ച് സ്റ്റോക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2420 റീജിയൻ ഈ ഒരു റീജിയനിലേക്ക് വരികയാണ്. മാർക്കറ്റിൽ ഒരു ചെറിയൊരു കറക്ഷനും കൂടെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2420 റീജിയനിലേക്ക് എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് സ്റ്റോക്ക് ടൈറ്റാൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോർട്ട് ടൈമായിട്ടാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 2420 റീജിയനിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടാർഗറ്റായിട്ട് 2700 റീജിയൻ നമുക്കൊരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. 300 രൂപയുടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം ഷോർട്ട് ടൈമിലേക്ക്. തീർച്ചയായിട്ടും ഈ ഒരു റീജിയനിൽ കൂടുതലായിട്ടാണ് എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 2420 റീജിയനിൽ കൂടുതലായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം എൻട്രി എടുക്കുക. അപ്പം സ്റ്റോപ്പ് ലോസ് ആയിട്ട് 200 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ്. അപ്പം 2200 ഒരു സ്റ്റോപ്പ് ലോസ്, 2700 ഒരു ടാർഗറ്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 200 രൂപയുടെ സ്റ്റോപ്പ് ലോസും നമുക്ക് 300 രൂപയുടെ ഒരു ടാർഗറ്റുമാണ്. ഇവിടെയും നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇത് നല്ലൊരു എൻട്രി ആയിരിക്കും.
ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കാണ് ഇൻഫോസിസ് നമുക്ക് ഇപ്പം കറൻ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് 1785 അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ 1 വീക്ക് ക്യാൻഡൽസ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻഫോസിസിൻ്റെ കുറച്ച് സ്റ്റോക്ക് നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. ഉണ്ടോ ഇപ്പോൾ കറൻ്റ്ലി കറക്റ്റായിട്ട് നമ്മുടെ അപ് ട്രെൻഡ് സപ്പോർട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും 1785, അതായത് ഈ മാർക്കറ്റ് പ്രൈസിൽ തന്നെ കുറച്ച് സ്റ്റോക്ക് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കി 2 സ്റ്റോക്കിലും ചെറിയൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നല്ല വാല്യുവേഷൻ ലഭിക്കും. അതല്ല ഇൻഫോസിസിലാണെങ്കിൽ 1780-85 റീജിയൻ, ഈ ഒരു മാർക്കറ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റോക്ക് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോർട്ട് ടൈം എൻട്രിയാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1780 റീജിയണിൽ ഈ ഒരു റീജിയണിൽ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. 1-2 മാസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എക്സിറ്റ് ആകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ടാർഗറ്റായിട്ട് ഈ 2000 റീജിയൺ നമുക്ക് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. അപ്പം ഏകദേശം 220 രൂപയുടെ ഒരു ടാർഗറ്റാണ് നമ്മളിവിടെ ഇടുന്നത്. ഇപ്പം അതല്ല, നിങ്ങൾ ഇൻഫോസിസിൽ കൂടുതൽ എമൗണ്ട് ഈ റീജിയണിൽ എൻട്രി എടുക്കുകയാണ്, കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, തീർച്ചയായിട്ടും ഇതിനൊരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ടതായിട്ടുണ്ട്. ഈ 1650 റീജിയണിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക, 1650. അപ്പോൾ നമുക്ക് 130 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസും നമ്മൾ റിവാർഡായിട്ട് 220 രൂപയുടെ ഒരു റിവാർഡും. അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും തീർച്ചയായിട്ടും റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാലും ബാക്കി 2 സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞാലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് തരിക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിലൂടെ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്വിംഗ് പിക്സ് ചെയ്യുന്നുണ്ട്, നല്ല മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ അനാലിസിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മൾട്ടിബാഗർ പെന്നി സ്റ്റോക്സ് നമ്മൾ നല്ല സ്റ്റോക്കുകളിൽ അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, ഈ നിഫ്റ്റി 50യിലെ സ്റ്റോക്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത വീഡിയോസിൻ്റെ അകത്തും കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ സ്റ്റോക്കുകളുടെയൊക്കെ വാലുവേഷൻ ചിലപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ മുമ്പോട്ട് വരുന്ന ആഴ്ചകളിലായിരിക്കും ലഭിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവൽസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സെറോദയിലാണെങ്കിൽ GTT ഓർഡർ എന്ന ഫെസിലിറ്റി ഉണ്ട്. അപ്പം അതുപയോഗിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തിടാം. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എൻട്രീസ് എടുത്ത് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.